കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രാജ്യത്തെ ആകെ ഞെട്ടിച്ചത് ദില്ലിയാണ്. ഇന്നലത്തെ അഴിമതി വിരുദ്ധ മഴയിൽ പൊട്ടിമുളച്ച ആം ആദ്മി എന്ന പാർട്ടി കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം ഏറ്റവും വലിയ ഗുലുമാലായത് ഉമ്മൻചാണ്ടിക്കാണ്. സോളാർ കുത്തിത്തിരിപ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ദില്ലിയിൽ ഷീലാ ദീക്ഷിതിനെയും രക്ഷപ്പെടുത്താൻ മുടിഞ്ഞ ഇമേജുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയതിൻ്റെ ഓർമ്മയാണ് ഉമ്മൻചാണ്ടിക്ക്. ചാണ്ടി പ്രചാരണം നടത്തിയ മണ്ഡലങ്ങളിൽ എല്ലാം കോൺഗ്രസ് ദയനീയമായി തോറ്റുപോയി. പോരേ പൂരം. കേരളത്തിൽ സഖാക്കൾ ക്ലിഫ് ഹൗസിന് മുന്നിൽ നടത്തുന്ന സോളാർ സമരത്തിൽ പോലും പറയുന്നത് ദില്ലി കാര്യമാണ്. ഉമ്മൻചാണ്ടി ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് കോൺഗ്രസിന്റെ കേരളത്തിലെ മുഖ്യമന്ത്രി വരുന്നു വരുന്നു വരുന്നു, സരിത നായരുടെ സംരക്ഷകനായ ഉമ്മൻചാണ്ടി വരുന്നു എന്ന് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ അത് പ്രഖ്യാപിക്കുമ്പോൾ മുഖ്യമന്ത്രി 7 സ്ഥലത്ത് കോൺഗ്രസിന്റെ പ്രചരണ യോഗങ്ങളിൽ പങ്കെടുത്തു. എല്ലാ സ്ഥലത്തും 50,000 വ്യത്യാസത്തിലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തോൽപ്പിക്കപ്പെട്ടത്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തെ ആവേശപൂർവ്വം നിങ്ങൾ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന്റെ വെന്നിക്കൊടി പാറിക്കുന്നതിനുള്ള ആരംഭം ഇവിടെ വെച്ച് തുടങ്ങുന്നു എന്നത് കാണാനാണ് ഞാനിവിടെ എത്തിയത്. പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം നിങ്ങളുടെ ജനപ്രതിനിധിയായി നിങ്ങൾ തെരഞ്ഞെടുത്ത് വിധാനസഭയിലേക്ക് വിട്ടാൽ നിങ്ങൾക്കൊരിക്കലും അതോർത്ത് ദുഃഖിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് അഭിമാനിക്കാൻ മാത്രമേ അദ്ദേഹം അവസരമുണ്ടാക്കുകയുള്ളൂ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണം. അദ്ദേഹത്തിന് നൽകുന്ന ഓരോ വോട്ടും ഈ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ, ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ ഉള്ള വോട്ടുകളായിരിക്കും. ഈ ഡൽഹിയിൽ ശക്തമായ ഒരു ഭരണകൂടത്തിന് വേണ്ടിയിട്ടുള്ള വോട്ടായിരിക്കും. ഭാരങ്ങൾ ചുമന്നും സമയതീരങ്ങൾ തിരഞ്ഞും നിലയുറയ്ക്കാതെ കുഴഞ്ഞും തുഴകളില്ലാതെ തുഴഞ്ഞും ഇരുളിലങ്ങിങ്ങു പകലു തേടുമ്പം കുലുമാൽ. ഒരു കൊല്ലം പോലുമായാത്ത ഒരു പാർട്ടി, ആം ആദ്മി പാർട്ടി, അത് 15 കൊല്ലമായി ഡൽഹിയിൽ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ നേതാവിനെ തോൽപ്പിച്ച് കെജ്രിവാൾ എന്ന് പറയുന്ന ആ പാർട്ടിയുടെ നേതാവ് 50,000 പേരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചതായിട്ടാണ്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ. പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. അഴിമതിക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരായി പോരാടാൻ വേണ്ടി അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്തെന്നോ? ചൂലെടുത്തടിച്ച് അഴിമതിക്കാരെ ഓടിക്കാനാണ് അവർ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി ചൂലെടുത്തിരിക്കുന്നത്. ആ ചൂല് ഉമ്മൻചാണ്ടിയെയും ബിജു രാധാകൃഷ്ണനെയും തിരുവഞ്ചിയൂർ ആഭ്യന്തരകാര്യമന്ത്രിയും എല്ലാം അടങ്ങുന്ന കള്ളക്കമ്പനികളെ, കൂട്ടുകമ്പനികളെ അടിച്ചു പുറത്താക്കാൻ വേണ്ടി കെജ്രിവാളിന്റെ ആ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഇവിടെ എടുക്കേണ്ടതായിട്ടുണ്ടോ എന്ന് നമ്മുടെ മഹിളാരത്നങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഉമ്മൻചാണ്ടിയെ അറിയിക്കുകയാണ്. ഇത് മാത്രമല്ല, ആം ആദ്മികളുടെയും ഇടതുമുന്നണിയുടെയും ആഹ്ലാദ പ്രകടനം കൊണ്ട് രക്ഷയേ ഇല്ലാതായി. ഇതെല്ലാം കണ്ട ഉമ്മൻചാണ്ടിയും കൂട്ടരും തിരിച്ചും നടത്തി സങ്കട പ്രതിഷേധ പ്രകടനം. ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള വിജയം അഴിമതിക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരമാണ്.
അഴിമതിക്കെതിരായി ശക്തമായ പോരാട്ടം നടത്തി രംഗത്ത് വന്ന ഒരു വിഭാഗമാണത്. അവിടെ ഇടതുപക്ഷം ശക്തമല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ പ്രധാന പ്രതിപക്ഷമായ BJPക്ക് അത് ഗുണം ചെയ്തു. എന്നാൽ ജനങ്ങൾ കോൺഗ്രസും BJPയും അല്ലാത്ത ഒരു ശക്തിയെ ഉറ്റുനോക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ആദ്മി പാർട്ടിക്ക് ഇത്ര വലിയ തെരഞ്ഞെടുപ്പ് വിജയം അവിടെ നേടാൻ സാധിച്ചത്. ഇത് ഒരു സൂചനയാണ്. കോൺഗ്രസിനും BJPക്കെതിരായിട്ടുള്ള ജനവികാരം രാജ്യത്ത് വളർന്നു വരുന്നുണ്ട് എന്നതാണ് ആ ആദ്മി പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള ഈ വിജയം വ്യക്തമാക്കുന്നത്. ഇത് ഇടതുപക്ഷത്തിന് ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ മുന്നോട്ട് പോകാനും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാനുമുള്ള ഒരു സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി നൽകിയിരിക്കുന്നത്. നാല് സ്ഥലത്തും കോൺഗ്രസ് ദയനീയമായി തോറ്റു. ഇത് കാണിക്കുന്നത് ഭാവി ഭാരതത്തിൽ അഴിമതി നടത്തുന്ന ഭരണാധികാരികളെ ജനങ്ങൾ വെച്ചു വെറുപ്പിക്കാൻ പോകുന്നില്ല എന്ന്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മൾ നാളെയും കാണണ്ടേ? നമ്മൾ നാളെയും കാണണ്ടേ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം 8ാം ക്ലാസ് പഠിക്കുമ്പോ എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം, എന്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം മുട്ടയും കുട്ടി തട്ടിയിട്ട് കൂട്ടി തട്ടിയിട്ട് നാണമില്ലേ ഇങ്ങനെ പറയാൻ? നാണമില്ലേ ഇങ്ങനെ നാണമില്ലേ ഇങ്ങനെ പറയാൻ? നാണമില്ലേ ഇങ്ങനെ പറയാം. നമ്മൾ നാളെയും കാണണ്ടേ? നമ്മൾ നാളെയും കാണണ്ടേ? ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും പറയരുത്. ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടം കേട്ടോ. ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും പറയരുത്. പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. ഓനെ തോൽപ്പിച്ച മോശമായടാ. നിങ്ങൾ തോറ്റാ മതി. കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തെ ആവേശപൂർവ്വം നിങ്ങൾ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന്റെ വെന്നിക്കൊടി പാറിക്കുന്നതിനുള്ള ആരംഭം ഇവിടെ വെച്ച് തുടങ്ങുന്നു എന്നത് കാണാനാണ് ഞാനിവിടെ എത്തിയത്. കള്ളക്കമ്പനികളെ, കൂട്ടുകമ്പനികളെ അടിച്ചു പുറത്താക്കാൻ വേണ്ടി കഞ്ചരിവാളിന്റെ ആ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഇവിടെ എടുക്കേണ്ടതായിട്ടുണ്ടോ എന്ന് നമ്മുടെ മഹിളാരത്നങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഉമ്മൻചാണ്ടിയെ അറിയിക്കുകയാണ്. സോളാർ സമരമെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, പേടിക്കേണ്ട എന്ന് തിരുവഞ്ചൂർ പറയും. അതുകൊണ്ട് VSന്റെ നിലവിളി കൊണ്ടൊന്നും കാര്യമില്ല. എല്ലാ ദിവസവും 2 മണിക്കൂർ കഴിയുമ്പോൾ ക്ലിഫ് ഹൗസിന് മുന്നിലുള്ള സഖാക്കളെ പോലീസ് കൊണ്ടുപോയിക്കോളും. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് തിരുവഞ്ചൂരിന്റെ പ്രകടനം. ഇതേ ഇയാൾക്ക് ഭ്രാന്തുണ്ടോ? എനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറത്ത് എത്തിയത് കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറയുന്നു.